പ്രിയമുള്ള പ്രേക്ഷകരെ, ചർച്ച ചെയ്യുന്ന വിഷയം ഭഗവത്ഗീത. ഭഗവത്ഗീതയിൽ അർജുന വിഷാദ യോഗമെന്ന പ്രഥമ അധ്യായത്തിലെ 43-ാമത്തെ ശ്ലോകമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. ദോഷൈരേതൈഹി കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈഹി സാധ്യന്തേ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ദോഷൈഹി ഏതൈഹി കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈഹി ഉത്സാദ്യന്തേ ജാതിധർമാഃ കുലധർമാഃ ച ശാശ്വതാഃ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈഹി ഏതൈഹി ദോഷൈഹി ശാശ്വതാഃ ജാതിധർമാഃ കുലധർമാഃ ച ഉത്സാദ്യന്തേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ഇവിടെ വർണ്ണസങ്കരം മൂലം കുലസ്ത്രീകൾ ദുഷിക്കുന്നു, നശിക്കുന്നു. വർണ്ണസങ്കരം കുലത്തിൻ്റെ നാശത്തിനായി തന്നെ ഭവിക്കുന്നു. പിതൃക്കൾ ഇതുമൂലം പിണ്ഡം ഉദകക്രിയകൾ ഇല്ലാതെ നശിക്കുന്നു, നരകത്തിൽ തന്നെ പതിക്കുന്നു. ഇതൊക്കെയാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നാം ചർച്ച ചെയ്തത്. ഇവിടെയും അതിനോടനുബന്ധിച്ച് തന്നെയാണ് അർജുനൻ വിഷാദമഗ്നനായി കൃഷ്ണനോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. ഈ ശ്ലോകത്തിൻ്റെ സാരം ഇപ്രകാരമാകുന്നു. യുദ്ധം മൂലമുണ്ടാകുന്ന സാംസ്കാരിക ച്യുതിയാണ് ഇവിടെ അർജുനൻ പൂർണ്ണമായും തുറന്നു കാണിക്കുന്നത് ഭഗവാന്റെ മുന്നിൽ. MS ചന്ദ്രശേഖര വാര്യർ തൻ്റെ വ്യാഖ്യാനത്തിൽ ആധുനിക കാലത്ത് യുദ്ധവും സാംസ്കാരിക തകർച്ചയ്ക്ക് കാരണമാകുന്നു എന്ന് ഈ ശ്ലോകത്തിലൂടെ അടിവരയിട്ട് നമുക്ക് സതുപദേശം നൽകുന്നുണ്ട്. ഇവിടെ വർണ്ണസങ്കരം, ജാതിമിശ്രണം ഉണ്ടാക്കുന്ന കുലനാശം വരുത്തുന്നവരുടെ ഈ പാപങ്ങൾ മൂലം അനാദിയായ ജാതിധർമ്മങ്ങളും കുലധർമ്മങ്ങളും എല്ലാം തന്നെ നശിച്ചു പോകുന്നു എന്നാണ് അർജുനൻ ഇവിടെ കൃഷ്ണൻ്റെ മുന്നിൽ വയ്ക്കുന്ന വിഷയം. ശ്ലോകത്തിൻ്റെ സാരാംശം ഇപ്രകാരമാകുന്നു. നമസ്തേ.